ആറ്റുകാൽ മഹോത്സവ കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിക്കുന്നു. രാവിലെ 7 മണിക്ക് കുത്തിയോട്ട ചടങ്ങുകൾ തുടങ്ങും. 6 വയസ്സു മുതൽ 12 വയസ്സുവരെയുള്ള ബാലന്മാരാണ് ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടായ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. ആറ്റുകാൽ ദേവിയെ വണങ്ങി ദേവീദാസന്മാരാകാൻ കുത്തിയോട്ട ബാലന്മാർ ഇന്നു മുതൽ വ്രതം നോറ്റു തുടങ്ങും. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് വരിവരിയായി കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങി വ്രതാരംഭിക്കും. പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ വെച്ച മേൽശാന്തിക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി കുത്തിയോട്ട അനുഷ്ഠാനത്തിലേക്കാണ് ബാലന്മാർ കടക്കുന്നത്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുക. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതിന്റെ 3-ാം ദിനത്തിലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുക. ഇനിയുള്ള 7 ദിവസങ്ങൾ ബാലന്മാർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കും. പുലർച്ചെ ഉണർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് ദേവീ നാമജപത്തോടെ ക്ഷേത്രം വലം വെക്കുന്ന ഇവർ തുടർന്ന് ദേവിയെ നമസ്കരിക്കും. മഹിഷാസുരമർദ്ദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നതാണ് വിശ്വാസം. കുത്തിയോട്ട നേർച്ചയിലൂടെ ദേവീ പ്രീതി നേടാമെന്നും അതുവഴി ഉന്നത വിജയങ്ങളും രോഗമുക്തിയും ലഭിക്കും. 7 ദിവസങ്ങൾ കൊണ്ട് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ദേവിയുടെ ആശീർവാദം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ഉത്സവത്തിന്റെ 9-ാം നാൾ കിരീടം വെച്ചണിഞ്ഞൊരുങ്ങി ദേവിയുടെ മുന്നിലെത്തി ചൂരൽ കുത്തുന്ന ഇവർ മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും. അടുത്ത ദിവസം രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദേവി തിരികെ എത്തുന്നതിന് മുൻപായി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലെത്തും. ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പിന് ശേഷം കുത്തിയോട്ട ബാലന്മാരുടെ ചൂരലിളക്കുന്ന ചടങ്ങ് നടത്തും. ജനം, തിരുവനന്തപുരം.